അധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിലുള്ള ആദരണീയരായ അഭിവന്യരായ വൈദികരെ, കൊയർ അംഗങ്ങളെ, അമ്മമാരെ, സഹോദരീ സഹോദരന്മാരെ, 36 വർഷം മുമ്പാണ് ഈ ദേശത്ത് ഒരു ചെറിയ സുവിശേഷ കൂട്ടായ്മയ്ക്ക് തുടക്കമാവുന്നത്. കഴിഞ്ഞ 31 വർഷമായി ബ്ലസ് കണ്ടല ഈ നാടിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി നിങ്ങളുടെ കൂട്ടത്തിലൊരാളാകാൻ എനിക്ക് അവസരം കിട്ടി, ഭാഗ്യം കിട്ടി. ഒരു തവണ കോവിഡ് കാലത്ത് ഓൺലൈനായിട്ടാണ് ഈ സുവിശേഷം നടന്നത്. അതൊഴികെ എല്ലാ വർഷവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നായി നിങ്ങളുടെ ക്ഷണത്തെ ഞാൻ കരുതുകയാണ്. എന്നെ തുടർച്ചയായി ക്ഷണിക്കുന്ന പാസ്റ്റർ ശിവമോനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മളെല്ലാം ജീവിത വ്യഥകളിൽപ്പെട്ട്, സങ്കടങ്ങളിൽപ്പെട്ട്, രോഗപീഠകളിൽപ്പെട്ട് ഉഴലുകയാണ്. 36 വർഷം മുമ്പ് ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ കൂട്ടായ്മ ഇന്ന് എന്തായി മാറിയിരിക്കുന്നു? എൻ്റെ മുന്നിൽ ഞാൻ കാണുന്ന ജനസഞ്ചയം അതിനുത്തരം നൽകുന്നു. കഴിഞ്ഞ 9 വർഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു. ഓരോ വർഷം കഴിയുന്തോറും ഒരുപാട് ആളുകൾ കൂടുതൽ കടന്നു വരുന്നു. എന്തുകൊണ്ടാണ്? കഷ്ടപ്പാടുകളുടെയും ജീവിത സങ്കടങ്ങളുടെയും വ്യഥകളുടെയും നടുവിൽപ്പെട്ട് ഉഴലുമ്പോൾ ഒരു ആശ്വാസമാണ് ഈ കൺവെൻഷനിൽ നിന്ന് കിട്ടുന്നതെന്ന ജീവിത സാക്ഷ്യമാണ് കൂടുതൽ പേരെ ഇവിടെ എത്തിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേരാൻ, നമുക്ക് സുവിശേഷങ്ങൾ കേൾക്കാൻ, നമ്മുടെ നിവർത്തിക്കാൻ, കരഞ്ഞു കലങ്ങിയ മനസ്സുമായി വരുന്നവർക്ക് ചിരിക്കുന്ന മുഖവുമായി തിരിച്ചു പോകാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. നമ്മളെല്ലാം മറ്റൊരു ഭാഗ്യം ചെയ്തിട്ടാണ്. നമ്മൾ ഇന്ത്യയിൽ പിറന്നവരാണ്. ഇന്ത്യയുടെ സവിശേഷത എന്താ? ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പറയുന്നത് എന്താ? ഇന്ത്യയുടെ മണ്ണിൽ പിറന്ന ജീവിച്ച എല്ലാവരും ഒരുപോലെയാണ് എന്നാണ്. എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ, എൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച്. എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് പോലെ, അത് പ്രചരിപ്പിക്കാൻ കഴിയുന്നത് പോലെ ഇന്ത്യയുടെ മണ്ണിൽ പിറന്നു വീണ ഏത് വിശ്വാസികൾക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു. വിശ്വസിക്കാനുള്ള അവകാശം മാത്രമല്ല, അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നു. ആ അവകാശം സംരക്ഷിക്കപ്പെടണം. നമുക്കൊരു സംശയം വേണ്ട. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ എല്ലായിടത്തും അതല്ല. തിരുവസ്ത്രം ധരിക്കുന്നത് അപരാധമാണെന്ന് പറയുന്നവർ, ക്രിസ്മസ് തലേന്ന് പാതിരാ കുർബാന പാടില്ലെന്ന് പറയുന്നവർ, കരോൾ ഗാനങ്ങൾ മുഴങ്ങാൻ പാടില്ലെന്ന് പറയുന്നവർ, അവർ നിസ്സാരരല്ല, പ്രബലരാണ്. അവർ കേരളത്തിലും ശബ്ദമുയർത്താൻ ശ്രമിച്ചാൽ നമ്മൾ ഒരുമിക്കണം. 3.5 കോടി വരുന്ന മലയാളി ജാതിയോ മതമോ സമുദായമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ നമ്മൾ മലയാളികളാണ്. ഇന്ത്യൻ ഭരണഘടന എന്താണോ പറയുന്നത് അത് ഉറപ്പുവരുത്താൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 31 വർഷമായി ഈ നാടിൻ്റെ ആത്മീയ സൗരഭ്യമായി തുടരുന്ന ബ്ലസ് കണ്ടല ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ ഇനി വരുന്ന തലമുറയ്ക്കൊക്കെയും
മനസ്സിന് ആശ്വാസവും നിർവൃതിയും നൽകുന്ന സുവിശേഷ കൂട്ടായ്മയായി തുടരട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് നിങ്ങൾക്കെല്ലാം സന്തോഷം നിറഞ്ഞ പുതുവത്സരം ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.